അടുത്ത ഗ്യാങ്സിക്ക് അറിയാം 700 CR fucking 700 CR ആസ്തിയുള്ളവനാ ഞാൻ മനസ്സിലായി. ഞാൻ ഒരു കാര്യം പറയട്ടെ, അവളെങ്ങാനും ഇനി എന്റെ മുന്നിൽ വന്നാണ്ടല്ലോ സത്യമായിട്ട് ഞാൻ അടിച്ചു കൊല്ലും. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. എന്താ ഞാൻ ഈ തിരിതിരിക്കാൻ തുടങ്ങിട്ടെ കാലം കുറെ മനസ്സിലായ. ഇപ്പൊ നോക്കി ഒരു കോൺ இந்த மாதிரி കോർണർ എങ്കേലും പാത്തിருக்கா. ചന്ദ്രൻ നമ്മള് ഗ്യാങ് ഹൗസ് ഇരിക്കുന്നു. ആരെ ഗ്യാങ് ഹൗസില്? നിങ്ങടെ അടുത്ത ഗ്യാങ് ഹൗസിക്ക് അറിയാം. മറ്റേ ഇത് വണ്ടി പോയപ്പം വീണത് അവിടെ. വണ്ടി പോയപ്പം എന്ത് വണ്ടി പോയപ്പം? കിളി ഫ്രണ്ടി വന്ന് വീണ്. ഇച്ചാനെ ദേഷ്യം പിടിപ്പിക്കല്ലേ, ഇച്ചാനെ ദേഷ്യം പിടിപ്പിക്കല്ലേ കേട്ടേ. എത്തി എവിടാ മുതു പേടി തന്നെ. സത്യം സത്യം ഇത് സത്യമേ സത്യം സത്യം ഇത് സത്യമേ ഒരു കുറുമയാണ് കുറുമയോ ആ വല്ല വല്ല പട്ടിച്ചങ്കരി പൊക്കിരി മക്കിരി ശ്രമണമണി. എന്താ ഹലോ എവിടെ? ഹലോ 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 സാർ ഇവിടെ ആരാ ചത്തിറക്കുന്നേ? ഒരു പെണ്ണും ഒരു കൊച്ചും. പെണ്ണു കൊച്ചു എവിടെ ഉണ്ട്? ഓക്കെ വണ്ടി കയറി പെട്ടെന്ന് വണ്ടി കയറി ആൾക്കാർ കാണുന്നു. വണ്ടി കയറി ഇങ്ങോട്ട് തൈനായി കളിക്കാതെ വണ്ടി കയറി അങ്ങോട്ട്. എന്റെ ദൈവമേ എന്നെ കണ്ട ആ അണ്ണു വല്ല കണ്ടു കഴിഞ്ഞാൽ എന്നെ ഇന്ന് അറക്കും ഇവിടെ ഇട്ട്. വണ്ടി കയറടി അങ്ങോട്ട്. നിനക്ക് നീ എന്താ ഇവിടെ തായേ? നീ പോയി കയറിക്കോട്. ഒന്നാമത് എനിക്ക് 100 സസ്പെൻഷൻ കഴിഞ്ഞിട്ടാ ഞാൻ ഇരിക്കണേ ഇവിടെ. ഏത് വണ്ടി? നമുക്ക് അന്നത്തെ പോലെ മറ്റേ ബോട്ട് നമുക്ക് ബോട്ട് നേരെ കൊണ്ട് നമ്മുടെ മുതുക്കി കൊണ്ട് കയറ്റിയല്ല. എന്തു പറയുന്നു? അതെ ഞാൻ കാര്യം പറട്ടാ. ഞാനിപ്പോ എത്ര കോടി ആസ്തിയുള്ളതെന്ന് അറിയാവടി നിനക്ക്? 700 കോടി 700 CR fucking 700 CR ആസ്തിയുള്ളവനാ ഞാൻ മനസ്സിലായി. കേട്ടാ? ഏത് പമ്പില്? എന്നിട്ട് കൈയിട്ട് വരല്ലേ അവിടുന്ന്? നിന്റെ അമ്മയുടെ പേരെന്തായിരുന്നു? അറിഞ്ഞൂടാ. അമ്മയുടെ പേര് അറിഞ്ഞൂടാ. അച്ഛൻ എനിക്ക് ഒരു കാര്യം അങ്ങനെ ചന്തി പൊട്ടി തെറിച്ച് മരിക്കും. വേണ്ട നിനക്ക് വേണ്ട. ഫുൾ ആക്സസ് ഇപ്പൊ ഇട്ട് വന്നാ നോക്കിയേ. എന്നെ കിക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ ഇടും. ഇനി ഇതെന്തോ ചെയ്യണല്ലോ. എടി ഞാൻ കാര്യം പറയട്ടെ. ഞാൻ ഈ പമ്പ് വാങ്ങിക്കുന്ന ഇത്രയും എമൗണ്ട് എടുത്ത് പമ്പ് വാങ്ങിക്കുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താന്ന് പറയട്ടെ, എനിക്ക് ഇവിടെ കാശ് ഇവിടെ ഇട്ടാ മതി. എനിക്ക് ഒരു സീനും വരത്തില്ല, മനസ്സിലായില്ലേ? 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി. ഇൻസഫിഷ്യന്റ് മണിയാ.
കയ്യിൽ കാശ് വേണോ? കയ്യിൽ വേണം, കയ്യിൽ എടുത്തിട്ടാണ് ഇടേണ്ടത്. കയ്യിലാണല്ലോ കാശുള്ളത്. 10, 100, 1000, 15 ലക്ഷം. ആർക്കുണ്ട് TV ഇല്ല 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 കയ്യിലല്ല കാശാണുള്ളത്. ചന്ദ്രന്റെ പമ്പല്ല. ഇല്ല ഇത് വേറൊരാളുടെ പേരിലാണ് കിടക്കുന്നത്. കുഴപ്പമില്ല, കയ്യിരിക്കട്ടെ. കൈയിട്ട് വാരിയ ഞാൻ കൈനെ അടിച്ച് കെണ്ട കണ്ട ഞാൻ മറ്റേ ക്യാൻ വില കുറച്ചിട്ട് എടുക്കും. ക്യാൻ ഇവിടുന്ന് ക്യാനിന്റെ മാത്രം, ബാക്കി പെട്രോൾ വേറൊന്നും ഞാൻ എടുക്കത്തില്ല. ഒള്ളി ക്യാൻ. ഇതെന്താ ഇത് പെട്രോൾ പമ്പ് വർക്കാവൂലേ ഇത്? എന്നെ പക്ഷെ ഫീൽ അടിച്ചിട്ട് വരുന്നില്ല. ഹലോ ഹലോ ചന്ദ്രൻ ബ്രോ. ആ ജാക്സൺ. ജാക്സൺ. ഹലോ ജാക്സ പറ. ബ്രോ എനിക്ക് കാണാൻ പറ്റുമോ? ഇല്ലല്ല ജാക്സ ഇപ്പൊ തിരക്കാ. എപ്പോ പറ്റുമായിരിക്കും? നാളെ കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓ മറ്റേ പയ്യൻ ലോക്ടാക്കിന്റെ. ഇല്ല നമ്മുടെ പരിചയത്തിലുള്ള ഒരു പയ്യൻ. സത്യം പറയില്ല, എന്നെ ഭയങ്കരമായിട്ട് ഇപ്പൊ പെമ്പിള്ളേരിക്ക് എന്റെ അടുത്തൊരു ഇതുണ്ടാട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അവളെങ്ങാനും ഇനി എന്റെ മുന്നിൽ വന്നാണ്ടല്ലോ സത്യമായിട്ട് ഞാൻ അടിച്ചു കൊല്ലും. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. അവിടെ അതിനുശേഷം എലിയായിട്ട് ഒരു സീനായി. എന്താ അവള് എന്താ സീനായി? വേറെന്തോ പ്രശ്നം. എന്താ എലിയടുത്ത് എന്താ പറഞ്ഞേ? അല്ല മറ്റേ കേക്ക് എന്ന് പറഞ്ഞ പുള്ളി ഉണ്ടല്ലോ, കേക്ക്, അങ്ങേരുടെ അടുത്ത് ഇവള് ഇഷ്ടമാണെന്ന് വന്ന് പറഞ്ഞു. ഈ സൈല. അപ്പോ ദേവക്കുട്ടിക്ക് അത് അറിയായിരുന്നു. കേക്ക് ദേവക്കുട്ടിയോട് പറഞ്ഞു. ദേവക്കുട്ടിയുടെ എന്ത് ബന്ധം? ഒരു ബന്ധമില്ല, ഒരു ഫ്രണ്ട്സാ. ചന്ദ്ര സിറ്റിയിൽ എല്ലാവർക്കും ബന്ധങ്ങളായിരിക്കുമല്ലോ. ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ എങ്ങനെയാണ് ഇത്ര ട്രസ്റ്റ് ആയിട്ട് നിന്റെ കൂടെ നിൽക്കുന്ന ലോകത്തിൽ ഞാൻ ഈ സിറ്റിയിൽ ഞാൻ മാത്രം ഉണ്ടാവും കേട്ടാ. എലിയോട് വന്ന് ചോദിക്കുക, എന്താ പെണ്ണില്ലാത്തവർക്ക് പെണ്ണ് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് വിളിച്ച പറഞ്ഞ അവള് കേക്കയുടെ കൂടെ വണ്ടി കയറി പാവം കൊച്ചാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഓ അതെവിടെ അതാരാ പറഞ്ഞത്? നമ്മുടെ കൂടെ നിൽക്കുന്നവര് സംസാരിക്കുന്നതിന് എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്കല്ലെങ്കിൽ അവളെ കണ്ണെടുത്താ കണ്ടുകൂടല്ലോ അവളെ. ഓരോരുത്തകളെ മറ്റേ ഫ്രണ്ട്സ് ആക്കി വെച്ചേക്കും, എന്നിട്ട് അവൾമാരെ വായിരിക്കുന്നത് ഞാൻ കേൾക്കണം. എന്തിനു? എനിക്ക് ആരുടെ കമ്പനി ഇരിക്കാൻ പാടില്ല. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ മുരടിച്ച് എന്നെ കെട്ടാനും വയ്യ. എന്നെ ഇങ്ങനെ ഒരു മുരടനായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കണം. മുരടിച്ച് ഞാൻ പോട്ട് ചാവട്ടെ, ആർക്കും വേണ്ട. ഞാനങ്ങ് പോട്ടെ, ഞാനങ്ങ് തീരട്ടെ. ഞാനങ്ങ് തീരട്ടെ. ഇൻഷുറൻസ് എല്ലാം തുടങ്ങിയിട്ട് പോണേ. നമുക്ക് ജീവിക്കാം. ഞാൻ ജീവിപ്പിക്കാൻ എന്താണ് വണ്ടി നിറങ്ങി നിന്റെ അടിനാവി അടിച്ച് കറക്കുന്നു കേട്ടാ. ഒലാങ്ക കുട്ടന്റെ മോനെ, നീ ആ ഒലാങ്ക കുട്ടന്റെ മോനല്ലടാ നീ തെണ്ടി. നീ എന്റെ മോനല്ല, അത് നിന്റെ കള്ളത്തന്താ. 4x4 ആണ്. അപ്പാക്ക് എത്ര കാറുണ്ട് ചോദിക്കണം, അതെല്ലാം നമുക്ക്. സൂര്യയുടെ എത്ര കാറുണ്ടെന്ന് ഗസ് ചെയ്തേ. സൂര്യന്റെ എത്ര കാറുണ്ടോ? സൂര്യൻ എടാ നമുക്ക് വിൽക്കാം. പകുതി വിൽക്കാം. എടാ പകുതി വിൽക്കാടാ. ഇത്ര വണ്ടി ആവശ്യം. അതിൽ 20 വണ്ടി എനിക്കാ. എടുക്കട്ടെ. ഞാൻ ബൈക്ക് എടുക്കാം. ഒന്ന് കൊടുത്തു ഡ്രസ്.
ചന്ദ്രൻ നമ്മള് ചാവും, നമ്മളാ ചാവുന്നേ. ആര് ചാവാൻ? എടി സിറ്റിയിലെ ഒണ്ണാനുള്ളി പ്രോ. അതെ, ഞാനൊരു കാര്യം പറയട്ടാ. ഞാൻ ഇനി സിറ്റിയിൽ ചെറിയ കളിയല്ല കളിക്കാൻ പോണേ. ഞാൻ ഇനി സിറ്റിയിൽ വലിയ കളിയാണ് കളിക്കാൻ പോണേ. എന്നെ ചിലപ്പോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം ഈ ഒരു യുദ്ധത്തിൽ. ചിലപ്പോ എന്താ അതല്ല, നീ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ ചിന്തിക്കല്ലേ. ഞാൻ പറഞ്ഞതല്ല, ഈ ഒരു യുദ്ധത്തിൽ ചിലപ്പോ എന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം നിങ്ങൾക്ക്. പക്ഷെ ഞാനിത് എന്റെ പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള എന്റെ അവസാന വഴിയാണ്. അതുക്കും മേലെടാ, അതുക്കും മേലെ. ചന്ദ്രബോസ് എന്ന് കേട്ടാലേ இந்த നാട് നടുങ്ങും. പുറിഞ്ചതാ എടാ, മുതുക്കി പോയിട്ട് 4 പേര്. അതെ എടാ, ഈ സിറ്റിയിൽ എന്നെ അറിയാത്ത ഒരാൾ പോലും കാണത്തില്ല, മനസ്സിലായ? കാണിച്ചു തരാം ഞാൻ. നിന്റെ ഈ പുച്ചോക്ക് ഉണ്ടല്ല, നിന്റെ ഈ പുച്ചോക്ക ഇല്ലേ, നിന്റെ ഈ പുച്ചോക്ക് അങ്ങ് മാറും. നീ ഒന്ന് വെയിറ്റ് ചെയ് കേട്ടാ. നിന്റെ പുച്ചോക്ക ഞാൻ മാറ്റി തരാം. ഞാൻ ഒരു പെൺഡ്രൈവ് വാങ്ങിച്ചാൽ തീരുള്ള പ്രശ്നം. എന്ത് എന്താ പുച്ചെന്ന് പറഞ്ഞാൽ കലായ്ക്കറേന് വേറൊരു വാർത്ത. തിമിരി. അതെ, എനിക്ക് റോബറി ചെയ്യാറുള്ള മൂടാണ്. റോബറിയിലുണ്ടോ നമുക്ക്? ഓപ്പൺ മാർക്കറ്റ് കോമ്പാക്ട് വിസിൽ വേണം. ഒരു ബ്ലൈഡ് വാങ്ങിച്ചു വെക്കാം. കുത്തി തുരക്കാരേല്. അടുത്ത ന്യൂസില് എന്റെ ഫോട്ടോ വരാൻ ടൈമായി. ഡ്യൂറബിലിറ്റി 86. അതേത് കണക്കിൽ 86 ഡ്യൂറബിലിറ്റിയോ? അല്ല വേണ്ട. அப்பா இங்க பாருப்பா, ராபரி வேணும்னா அது யூஎஸ்பி வாங்கணும், அதுக்கு பிளாக் மார்க்கெட் பண்ணணும், அதுக்கு பிளாக் மணி வேணும். ஒரு 10 lakhs மதி. யூஎஸ்பி வாங்கிட்டா போதும். அப்புறம் லாக் பிக் வாங்கிக்கணும், ஒரு 5 லாக் வேணும் லாக் பிக். ഇതിന് ബ്ലാക്ക് ഇതുണ്ടോ? ബ്ലാക്ക് ഉണ്ടോ? அம்மா கிட்ட இருக்கு. അതിന് ബ്ലാക്ക് ഉണ്ടോ? அப்ப என்கிட்ட இருக்கு, வா போலாம். ബ്ലാക്ക് എവിടെ നിന്ന് കിട്ടി എനക്ക്? அம்மா ஒரு 20 lakhs சேஃப்டிக்கு வச்சிருக்கேன். സേഫ്റ്റിക്കാക ബ്ലാക്ക് മണി നിനക്ക് എതുക്ക്? കള്ളൻ. എങ്ക പോണം മാർക്ക് പണ്ണ്. മുതല സാബുരി ബാങ്ക്. അങ്ങനെ ബാങ്ക് അടച്ചു പോയില്ലേ കള്ളന്റെ? സാബുരി ബാങ്ക് അല്ലേ മോളില്? എന്ന് അങ്ങേരെ ബാങ്കും സാമ്രാജ്യമൊക്കെ എന്ന് അടച്ചു പോവും കള്ളൻ? എനിക്ക് അങ്ങനെ വെറും കള്ളനാ. വെറും കള്ളൻ പറഞ്ഞ കാട്ടുകള്ളൻ. ബാങ്കിൽ ഇട്ടില്ലെങ്കിൽ കത്തി പോകത്തില്ല കാശ്. അലീനയല്ലേ തെറിച്ചു പോയത്? റോഡ് ഫുള്ള് ബ്ലഡ്. ചന്ദ്രന്റെ ചന്തി ഒരഞ്ഞു പോയത്. നമ്മുടെ വണ്ടി എവിടെ? ഫയർഫോഴ്സിൽ നിന്ന് വിളിക്കണം. ഇടിച്ച കൊലയടിപ്പോ നിർത്തിയില്ല കേട്ടോ. എന്റെ ബണ്ണീസ് ഫോണ് എന്താ? സോഴ്സ് സാബ്ജി റേഷ്യോ ബിലോ ദാൻ 2.25. ആരിത്? ബൈക്ക് എടുക്കണം. ഹെലികോപ്റ്റർ ഉണ്ടോ സൂര്യ? ഹെലികോപ്റ്റർ ഉണ്ടോ എനക്ക്? ഹലോ ആരാ? ആര്? ഓക്കെ സാബ്ഗുരുന്റെ. ഓക്കെ ബണ്ണി എന്നറിഞ്ഞ പേര്. എനിക്ക് അതാ ഞാൻ ചോദിച്ചത് നേരത്തെ. സോഴ്സ് അതാണ്. അപ്പം നമ്മള് മേടിക്കുന്ന റേഷ്യോ ആണ് അത് ഇട്ട് വന്നേക്കുന്നത്. സോഴ്സ്. അതെ ഞാൻ പറഞ്ഞില്ല ഒരു ഹെൽപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. സാബ്ഗുരു ആണല്ലേ സോഴ്സ്? അതാണ്. അപ്പം സോഴ്സ് മാറ്റാൻ വഴിയുണ്ടോ നമുക്ക്? അറിയത്തില്ല, അത് ഒസാമ തന്നെ സംസാരിക്കണം. ഇതിപ്പോ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്. സോഴ്സ് ഇതാണ്. നമ്മൾ മേടിക്കുന്ന റേഷ്യോ ഇതാണ്. ഇതിനെക്കാട്ടി താഴെ കിട്ടുന്ന രീതിയിൽ
ചന്ദ്രൻ ഡീലാക്കണം. ചന്ദ്രനത് എന്തായാലും പറ്റും. അപ്പൊ ചന്ദ്രൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കിട്ടിയ നമ്മള് സെക്കൻഡ് ചോയ്സിന്റെ കാര്യം നമ്മൾ സെറ്റ് ആക്കി. ഓക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ വണ്ടി ആ വീടിന്റെ മച്ചിലാണല്ലേ? ஆமா பில்டிங் കുഴപ്പമില്ല, എനിക്ക് വണ്ടി ഉണ്ടല്ലോ അടുത്ത്. அப்பாவுக்கு தான் டக்குனுக்கு லாட்டிக் போட தெரியாது. നിന്റെ അപ്പ ഉണ്ടല്ലോ, ചുമ്മാ സാധാരണ ആൾ കിടയാത്, മനസ്സിലായാ? ഉണ്ടായി സ്റ്റാർട്ട് ചെയ്യ, അടങ്ങ്, കുറച്ച് സമയം എടുക്കും. ആ നീ ഇട്ട് കുറയ്ക്കുന്ന പോലെ അല്ലേ ഇത്, കുറച്ച് പണിയുണ്ട്. ഇതിപ്പോ 1 മിനിറ്റ് എടുത്തില്ലേ? ഞാൻ 10 സെക്കൻഡിലാ ചെയ്തു. അയ്യോ, ഒരു വാട്ടി കൂടി ലാഗ് പോടാ, അല്ലാതെ പോടേ. ഹലോ ഒരു കാര്യം കൂടി പറയാൻ പറ്റും. ഈ സോഷ്യല് ഉള്ള ആൾക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പൊ അത് മാക്സിമം സീക്രട്ട് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യാതെ തന്നെ മുന്നോട്ട് വേണം കേട്ടോ. എവിടെ സാബുവിന്റെ ബാങ്ക് എവിടെ? அப்பயே மார்க் பண்ணியாச்சுப்பா. இங்க போ சுத்துற, அது கிளப் பா இது. எப்பா பாரு, கிளப் வந்துரும். ക്ലബിന്റെ ഫ്രണ്ട് ഇത് എവിടെ ഇത്? അയ്യോ, ഇത് സിയോൺ സിറ്റി അല്ലേ? ഇത് സിയോണിൽ പോണോ നമ്മള്? ചിരിടാ, അപ്പൊ കോമഡി ചെയ്തേടാ. കോമഡിക്ക് ரொம்ப ഫാൻസ്. നിക്കുന്നേ ഉള്ളൂ ആള്. എന്താ ഞാൻ ഈ തിരിതിരിക്കാൻ തുടങ്ങിട്ടെ, കാലം കുറെ മനസ്സിലായ. ഇപ്പൊ നോക്കി ഒരു കോൺ இந்த மாதிரி കോർണർ എങ്കേലും പാത്തിருக்கா? എന്താ ഒരുമിച്ച് കിടക്കുന്നേ? എനിക്ക് കൂടെ കിടക്കാനല്ല ഇഷ്ടം, ഒപ്പം നടക്കാനാണ് ഇഷ്ടം. കണ്ണാനക്കണ്ണേ കണ്ണാനക്കണ്ണേ എന്നിത് സോയോ. പേടിക്കട്ടെ, ഇപ്പോൾ ഇതൊക്കെ സഹജമാണ്. നമ്മുടെ ചെറിയ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അബദ്ധങ്ങൾ പറ്റാറുണ്ട്. ഈ ചെറിയ ചെറിയ അബദ്ധങ്ങളിൽ നിന്നാണ് നമ്മൾ വലിയ അബദ്ധങ്ങൾ ഈ ചെറിയ ചെറിയ അബദ്ധങ്ങളിൽ നിന്നാണ് നമ്മൾ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അലീനയുടെ ആ വാഗീറിയുള്ള കിടപ്പ് കണ്ടോ? സൂര്യ കണ്ണൊക്കെ തുറന്ന് മിഴിച്ച് കിടക്കുന്നു. കഞ്ചാവാണവൻ കണ്ണൊക്കെ. എടാ നീ എൻ്റെ മോനാണ്, അത് അതിശയൻ്റെ മോനാണ്. അതിൻ്റെ തല മാത്രം എന്താ വലുത്? എനിക്ക് തോന്നുന്നു നിനക്ക് എന്ത് വെളുപ്പാടാ സൂര്യ. നീ ഏതോ സായിപ്പിന്റെ മോനെന്തോണ്. ഇത്രയും വെളുത്തി ആ സിറ്റിയിൽ കണ്ടുള്ളത് ഇവിടുത്തെ മിസ്റ്ററക്സിലുള്ള ഒരാളാണ് കേട്ടോ. ഹായ് സാർ. ഓക്കെ സാർ, ഓക്കെ സാർ. ഓക്കെ അല്ലേ ലീന? ഓക്കെ, വരൂ പോ. എടി യവനെ, ഈ സൂര്യ ഇല്ലേ, യവൻ ഏതോ സായിപ്പിന്റെ മോനെന്തോണ്. അവന്റെ കളർ കണ്ടാ? അമ്മ നീ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. കാരണം നിന്റെ അതേ മുടി എന്റെ ചായയാണില്ല.
എന്റെ തലയിലോട്ട് ഇടാൻ നോക്കുക. അനാവശ്യമായിരുന്നു എല്ലാ നാട്ടിലും പോയി ലൈവ് ബ്ലാസ്റ്റ് അടിച്ചിട്ട് എന്റെ തലയിൽ ഇടാൻ നോക്കുക. സൂര്യ പൊങ്ങ എന്താ Thank you. വാ കേറ് കേറ് തമ്പി കേറ് തമ്പി എത്തുമാ എടാ, നിന്റെ അപ്പാவுக்கு ഡൗട്ട് ഇടാ നിന്നെ. എന്താ ഡൗട്ട് സാപ്പിടുമാ എന്താ ഡൗട്ട് അല്ലീന ലെഫ്റ്റ് ദാ, ദാ, ഇതാ ബാങ്ക്, ഇതാ ബാങ്ക്. എനിക്കറിയാം അയിനോ വെയിറ്റ് ഒരു ബിറ്റ് ആയിനോടാ ഇതൊക്കെ കടിയല്ലടാ ഇതൊക്കെ കാണിക്കുന്നേ. വാ വാ കാശര് പൊള്ള അതാര് ആറ്റം ചവിട്ടിയൊക്കെ തുറക്കണം ഇവളെ തന്തയുടെ സാബുരിന്റെ അച്ഛനൊന്നുമില്ലല്ലോ അങ്ങനെ സ്ഥാപനത്തിൽ നിന്നൊരു ചവിട്ടി തുറക്കേ ഇതെന്താ ഓടെ സാബുരിന്റെ മണി എവിടെ പോവാ? E to use. ആ എവിടെ പോണ് ഇവിടെ നിന്ന് എടുത്താ പോലെ ഇതേ മാമി നിൽക്കുന്നു ജോയില് വേണ്ട ഇതൊരു സാബ് ഗുരു ആൻഡ് ഷെയ്ഖ് ഫിനാൻഷ്യൽ ബാങ്ക് ഇവർ രണ്ടുപേരും കൂടെ കുറെ കള്ളന്മാര് കുറെ കാശ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മൈൻഡ് വാ ഇங்க யாரنا முன்னாடி வா അമ്മയ്ക്കല്ല അച്ഛനും അപ്പക്കൂട്. ഈ ഒരു സിറ്റിയിലും ഇല്ല കുറെ കാശ് ഉണ്ടാക്കണത് എവിടത്തെ സാബ് ഗുരു ഞാൻ പൂട്ട് നിങ്ങൾ ഒരു ദിവസം കള്ളാ then 1 2 3 ഒന്ന് വെയിറ്റ് ഇവിടെ എന്റെ പേര് വരുന്ന ചന്ദ്രൻ ഫിനാൻസ് എടി ഇവിടെ ചന്ദ്രൻ ഫിനാൻസ് എന്നാക്കിയാലോ നല്ലേ. കേറ് കേറ് அப்ப இப்ப அந்த சப்வே போ அந்த கிளப் போனல ஆஸ்தலத்துக்கு போ എന്താ ക്ലബിൽ പോണോ கிளப் கிட்ட தான் அந்த பிளாக் അതല്ല ഞാൻ അവിടെ പോയത് ആദ്യമേ பிளாக் യ്യോ! അതെന്താ അങ്ങോട്ട് പോയത് കാറിലും പോവാനുള്ളതിന് ബൈക്കിൽ കൊണ്ടുപോയി ഇരിക്കുക. മൈക്ക് വെക്കുന്നില്ല ചന്ദ്ര ട്രിപ്പിൾ ഫൈൻ അടിക്കുമേ പിന്നെ அது இருக்குமா ஒரு 5 ഞാൻ ഒരു തവണ പോലും ചത്തില്ലേ ഒരു തവണ പോലും இந்த பேடி செடி வச்சு சாவும்பா എവിടെ എവിടെ அப்ப ഈ ലെഫ്റ്റ് இங்க ரைட்ல சப்வே வரும்ல அதுல போ എവിടെ എവിടെയാ ரைட் ஸ்ட்ரைட்டா போ இங்க ஒரு இது மாதிரி வரும் பாரு ഇവിടെ ரைட் ഇവിടെ പോയി 5 லாக் பிக் அப்புறம் யூஎஸ்பி ஸ்டாப் வாப்போ ലോയൽറ്റി പോയിന്റ് ഒക്കെ വാങ്ങിക്കാൻ പറ്റുമോ ഇപ്പം மார்க்கெட்ல அட்வான்ஸ் லாக் பிக் ஒரு 5 னு ഇതെന്താ வாங்கிக்கோ സംഭവം? പോയി 6 வாங்கிக்கோப்பா ടർഫ് കാർഡ് 6 வாங்கிக்கோ அதுக்கப்புறம் கீழ வந்து പർച്ചേസ് ചെയ്യാൻ പറ്റുമോ டார்ஜன் Bundle. யூஎஸ்பி பா 2000 പോയിന്റ് ഉണ്ടെങ്കിൽ അതിനൊരു AR വരും. സംഭവമൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ നല്ലൊരു அப்ப டார்ஜன் யூஎஸ்பി வாங்குறியா നീ വാങ്ങിര് അലീന വാങ്ങിര് എന്തിനാ വാങ്ങാൻ? നിന്റെ അല്ലേ കാശുള്ളേ அட்வான்ஸ் லாக் பிக் உண்டு தான் இருக்குப்பா ആ എന്റെ അഡ്വാൻസ് എത്ര എത്തനെ 6 வாங்க 6 6 ഓ அதுக்கப்புறம் டார்ஜன் யூஎஸ்பி வந்து ஒரு 10 வாங்கிக்கோ എത്ര ഏത് 10 கடைசியில இருக்கும் பாரு டார்ஜன் ஒரு எலும்பு குண்டு போட்டுருக்க பாரு അലീന ഒന്ന് ஸ்கல் കള്ളന്റെ മോയവൻ പൊലയാടി മോൻ അറിയല്ലേ? ഇവൻ കള്ളനടി ഇവൻ കള്ളന്റെ മോനായതോ സത്യം പറയാല്ല ഇത് ഇവൻ എല്ലാവൻ എന്നെ കാട്ട ഞാൻ എനിക്ക് പോലും അറിഞ്ഞൂടാ വാങ്ങ மேடிச்சிட்டியாப்பா എന്താ அது வச்சு லாக் பிக் போட்டு எடுத்துட்டியா ഇനി എന്തോ വാങ്ങിക്കണം அதான் பா டார்ஜன் யூஎஸ்பி பிளாக் மார்க்கெட்ல கடைசி ട്രോജൻ USB വാങ്ങിച്ചില്ലേ ഇല്ല அவ்வளவுதான் அத்தர் உள்ள 2 வாங்கிட்டல 2 சாணம் வாங்கி അല്ല അഡ്വാൻസ് ലോക്ക് പിക്ക് വാങ്ങി ട്രോജൻ USB മേടിച്ച് அவ்வளவுதான் போலாம் ஸ்டோர் அப்படி ബാഗ് വല്ലതും വാങ്ങിക്കണം யார் அதுல எது வேண்டாம் அது எதுவும் வேண்டாம் ബായിന ஹாஸ்டேஜ் ഹോസ്റ്റേജ് എടുക്കാം വാ പറഞ്ഞുതരാം ஓகே பைக்ல ராபரி போடுவானாப்பா ബൈക്കിൽ കാറൊക്കെ എടുക്കാം വാ കയറ് ഒരു ഹോസ്റ്റേജിനെ എങ്ങനെ എടുക്കാന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം വെയിറ്റ് ചെയ്യാം
വണ്ടി ഫ്രണ്ട് ഇങ്ങനെ പൊക്കി ഇങ്ങനെ റേസ് ചെയ്ത് പോകണം. ഒട്ടങ്ങനെ ഇതാണ്. ഒരുത്തന്നെ റോഡിൽ ചായ കുടിച്ചോണ്ടിരിക്കുന്ന അവനെ പിടിയേ. ഇവിടെ എവിടെയെങ്കിലും ചായ കുടിച്ചോണ്ടല്ലേ അവനെ നിൽക്കും. ഒന്നും നോക്കണ്ട. ചെന്നൈയിൽ ഒരു അടിയും കൊടുക്കണം, വലിച്ചു കയറണം വണ്ടി കേട്ടോ. നിന്റെ കൂടെ ഉള്ളതേ ഒരു ഗ്യാങ്സ്റ്റർ ആണ്. ഗ്യാങ്സ്റ്റർ മനസ്സിലായില്ലേ? മോൺസ്റ്റർ തനിയായിരുന്നാലും ഏൻ വഴി തനി വഴി ഏൻ വഴി തനി വഴി. പെയ്ഡ് ഹോസ്റ്റേജ് ഒന്നും ഞാൻ എടുക്കൂല. ചന്ദ്രബോസ് എടുക്കൂല പെയ്ഡ് ഹോസ്റ്റേജ്. ഇവിടെ ആരെങ്കിലും കാണും കേട്ടാ. ഈ വഴി പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കിട്ടും. ആരില്ല. അവസാനം കയറി പിടിച്ചല്ല എന്നെ കയറി നമ്മുടെ പയ്യെ. ആരടിച്ച് അടങ്ങ്. ഇവിടെ ആരെങ്കിലും കാണും. നല്ല സൊള്ളിയൊക്കെ നിൽക്കും ചിലപ്പോ. അമ്മേടാ എനിക്കറിയാം കേട്ടാ. എന്നെ അങ്ങ് പഠിപ്പിച്ചല്ലേ എന്നെ അങ്ങ്. ആരവൻ തെന്നിത്തെറിച്ചങ്ങ് പോണ കേട്ടാ. നമ്മുടെ കൂടുതൽ അവസ്ഥയുണ്ട്. അലീന സൂര്യൻ എടുക്കാൻ പറ്റത്തില്ല. നീ വളർന്നിട്ട് വേണോ? 2 വയസ്സൂടെ കൂടിയിട്ട് വാ. മറ്റേ ലോറേനെ പിടിച്ചോണ്ടല്ലോ. എനിക്ക് അതിനും വലിയ ലോറ ഇല്ല കേട്ടാ. ഈ കൊച്ചാരെന്നറിയോ? ബാക്കില് ജുഗ്രുവിന്റെ കൊച്ചു പ്രഗ്നന്റ്. മോളെ ഗ്യാസ് ആണോ? ഹലോ ഹലോ ബോസിന്റെ ബോസേ. നിങ്ങളുടെ ബ്രദറിന്റെ കുട്ടിയാന്നേ. ഒരു സെക്കൻഡ് ഇപ്പൊ പാപ്പ സാപ്പിട്ട് ഞാൻ തിന്നു. പാപ്പാക്കും കിട്ടി. ശരി ശരി. ഹലോ ഹലോ ഇത് ഗ്യാസ് എന്തോണ്? ഇല്ല അതിനെ നമ്മൾ സമ്മതിക്കൂല. ഇല്ല ഇത് ഗ്യാസാ. ഞാൻ സമ്മതിക്കൂലല്ല. എന്റെ ഉയരോട്ടിരിക്കാൻ പോയി നടക്കൂലല്ലോ ഇതൊന്നും. ഞാൻ ചാകണോ അതിനൊക്കെ കേട്ടാ. ഞാൻ ചാകണോ അതിന്. അതിനെപ്പറ്റി എനിക്ക് കാര്യമായിട്ട് സംസാരിക്കണം കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി കാര്യമായിട്ട് സംസാരിക്കണം. ആ വണ്ടി കയറും. സന്നദ്ധ പോയിട്ട് അല്ലെങ്കിൽ നീ വിടുന്നില്ല. നമ്മള് പോയിട്ട് നീ വേറെ എന്തെങ്കിലും താല്പര്യനായിട്ടിരിക്കണോ? മനസ്സിലായി. തിരിഞ്ഞാരും വേണ്ട. തിരിയാത്ത ആളെ തന്നെ എനിക്ക് വേണം. എനിക്ക് ഒരേ നിർബന്ധമായിട്ട്. ഹെൽമെറ്റ് വേണോ? എടാ ഇത് വെടിവെപ്പിൽ തീരും. വെടിവെപ്പിലാണോ? അത് ഡിമാൻഡ്സ് എന്താന്നൊക്കെ നീ ഒന്ന് പറയണം. ഞാൻ കേട്ട് പഠിച്ചോളാം. ഞാൻ കുറച്ച് ഫീൽ ഔട്ടാ. പിടിക്കാം. എനിക്ക് പേടിയൊന്നുമില്ല കേട്ടാ. എന്ത് റോഡ് ബോക്സ് ചെയ്ത് ഇരിക്കக்கூடாது. റോഡ് ബോക്സ് റോഡ് ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്പൈക്ക് അങ്ങനെ സാധനങ്ങളല്ലേ? വേറെ வண்டிக்கு ஏறும்போது எங்களை டேஸ்ட் செய்யக்கூடாதுன்னு சொல்லு. ஹாஸ்டேஜ் லீவ் செய்துட்டு நாங்க வண்டிக்கு ஏறும்போது டேஸ்ட் செய்யக்கூடாது. அது 30 செகண்ட்ஸ். അതെ. அப்ப எந்த ஸ்டூட் அப்படி? എടാ നിങ്ങളുടെ ക്യാൻ ഉണ്ടല്ലോ. ക്യാൻ ഉണ്ട്. പാനാ തരാ. ഇവിടെ എനിക്ക് ഏകപ്പെട്ട ഒരുത്തനെ വേണമെന്നുണ്ട്. ഇപ്പൊ ഏകപ്പെട്ട ആരും നിൽക്കോ? ഏകപ്പെട്ട വണ്ടി പോണോ? അവനെ പിടിച്ചാരാ? ഇത് ഗ്യാങ് വണ്ടിയാണോ? நானும்
எலக்ட்ரிஷியன் ஜாப்ல நிறைய பேர் இருப்பாங்க அங்க பிடிச்சிடலாம்ல എവിടെ எலக்ட்ரிஷியன் ஜாப் சிவிலியன்ஸ் இருப்பாங்க சிட்டிசன்ஸ் இருப்பாங்க இங்க ரோட்ல பிடிச்சா கேங்ஸ்டர் இருப்பாங்கல்ல ഗ്യാങ്സ്റ്ററെ പിടിക്കാൻ പാടില്ലെന്നുണ്ടോ இல்லப்பா உனக்கு எது பிரச்சனை இல்ல എന്ത് പ്രശ്നം എന്ത് പ്രശ്നം എനിക്കെന്ത് പ്രശ്നം இல்லப்பா அவங்க ஏதா பிரச்சனை பண்ணுவாங்கல்ல ஃபேமிலிக்குள்ள பிரச்சனை ஆயிரும்ல പ്രശ്നമായോ ഞാൻ പാത്തുക്കറേൻ ஓகே அப்பனா கேங்ஸ்டரே பார்த்து பிடிப்பா നിങ്ങൾ റേഡിയോ കണ്ടേ 1 2 3 4 4 5 കണ്ടേ 4 4 5 4 4 5 നമുക്കേ ഒരു കിടില ഐഡിയ ഉണ്ട് ഇവിടെ നിൽക്കാം പമ്പിൽ പെട്രോൾ അടിക്കാൻ ആരെങ്കിലും വരും നേരെ തൂക്കാം എന്നടാ ഈ സമയത്തിൽ ആരും വര മാട്ടാங்க இந்த பம்புக்கு ഞാൻ കാണിച്ചു തരാം നീ വെയിറ്റ് இப்ப கரெக்ட்டா மணி வந்து 11:53 சாரி 10:53 எவ்வளவு நேரம் பாப்போம் എടാ 5 മിനിറ്റ് ഇവിടെ ഒരാൾ വന്നിരിക്കും 5 മിനിറ്റ് ஓகே பாப்பா உனக்காக நான் சொல்றேன் 11 o'clock வரைக்கும் வெயிட் செய்யலாம் പോടാ